നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ മറ്റൊരു മിന്നലാക്രമണം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് അമിത്ഷാ തന്നെയാണ് ഇത്തവണയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കരുനീക്കങ്ങളും നടത്തിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ DMKയും അണ്ണാ DMKയും പരസ്പരം ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും എത്തിയിരിക്കുന്ന ഇലക്ഷനുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ബി.ജെ.പിയുടെ സാന്നിധ്യം സീറ്റുകൾ ലഭിക്കാതെ തന്നെ വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്മാരും മറച്ചു വെക്കാത്ത കാര്യം തന്നെയാണ്. പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് NDA സഖ്യകക്ഷി അല്ലെങ്കിൽ NDA സഖ്യത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അണ്ണാ DMKക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ അവിടെ വലിയ തരത്തിൽ പാർലമെന്റ് ഇലക്ഷനിൽ പരിക്കേറ്റ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് അണ്ണാ DMK തന്നെയാണ്. അണ്ണാ DMKയെ സംബന്ധിച്ച് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് അവർ രണ്ടാം സ്ഥാനത്തായിരുന്നു എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിൽ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു, അതിൽ തർക്കമില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഇത്തവണത്തെ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം അവിടെ 11 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ഇത്തവണ രണ്ടാം സ്ഥാനത്തെത്തിയത്. അതിൽ 13 ലക്ഷം വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന പാർട്ടി അത് 82 ലക്ഷം വോട്ടുകളായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും BJP യുടെ നിർണായക ശക്തിയായിരിക്കും. സീറ്റുകൾ ലഭിക്കാതെ പോലും അണ്ണാ DMKയുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്കിൽ വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിച്ചു. അപ്പോൾ അണ്ണാ DMKക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുന്ന ഒരു അവസ്ഥയുള്ളൂ. വിജയ് പുതിയ രാഷ്ട്രീയം ഉണ്ടാക്കി മുന്നോട്ട് വന്നിരിക്കുന്നു. അണ്ണാ DMKയുടെയും DMKയുടെയും രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് വിജയ് വലിയ രീതിയിൽ തന്നെ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൽ വലിയ തരത്തിൽ വോട്ടിന്റെ ഒരു അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടിൽ പോലും വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കലാപരിപാടിയും വിജയ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്താണ് BJPയുടെ ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. അണ്ണാ DMKയുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി സഖ്യം ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അതിനോടൊപ്പം തന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അണ്ണാ DMKയും BJPയും സഖ്യമായിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ NDA എന്നുള്ള സംവിധാനത്തിലേക്ക് അണ്ണാ DMK ഒരിക്കൽ കൂടി വരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അവിടെ അധികാരത്തിൽ അല്ലെങ്കിൽ NDA സഖ്യം അധികാരത്തിൽ എത്താനുള്ള സാഹചര്യം പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുണ്ട്. കാരണം അവിടെ ഒരു ത്രികോണ മത്സരമാണ് ഇനിയുള്ള സമയങ്ങളിൽ വരാനിരിക്കുന്നത്. കാരണം DMK അവരുടേതായിട്ടുള്ള രീതിയിൽ DMKയും കോൺഗ്രസും CPMഉം ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്നു. വിജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ചെറുകിട രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്നു. കൂട്ടത്തിൽ BJPയും അണ്ണാ DMKയും BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന NDA സഖ്യത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി ഒന്നിച്ച് മത്സരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ മുന്നേറ്റം അണ്ണാ DMK കൂടി NDA പക്ഷത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകാൻ സാധിക്കും. അത് നിസ്സാരമായിട്ടുള്ള ഒരു വിഷയമായിരിക്കില്ല. കോയമ്പത്തൂർ പോലെയുള്ള പല മണ്ഡലങ്ങളിലും BJPക്ക് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനം നിലനിർത്താനും ഗ്രാമാന്തരങ്ങളിലേക്ക് BJPയുടെ പ്രവർത്തനത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് 13 ലക്ഷം വോട്ടുകൾ മാത്രം കഴിഞ്ഞ 2019 പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായിരുന്ന BJP അത് 82 ലക്ഷം വോട്ടുകളായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം എടപ്പാടി പളനിസ്വാമിയും അണ്ണാമലയും ഒന്നിച്ചു പോകില്ല എന്നുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ AIADMKയും BJPയും ഒന്നിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം നിലവിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു. അതാണ് പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് വലിയൊരു പൊട്ടിത്തെറി ഈ ഒരു NDA സഖ്യകക്ഷിയിൽ ഉണ്ടായത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ചിന്താഗതി അത് വളരെ കൃത്യമാണ്. DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു അപ്രമാദിത്വം ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി നടത്തിപ്പോകുന്ന ഒരു അപ്രമാദിത്വമുണ്ട്. ആ സംഭവം പോലെ തന്നെ എല്ലാ രീതിയിലും സഖ്യകക്ഷികൾക്ക് പോലും സീറ്റുകൾ കൊടുക്കാൻ എത്ര വലിയ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നുള്ള രീതിയിലാണ് DMK പോകുന്നത്. കാരണം കഴിഞ്ഞ വട്ടം 39 സീറ്റുകളാണ് അവർക്കുണ്ടാക്കുക. മുഴുവൻ സീറ്റുകളും ഇത്തവണയും അവരുടെ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ വട്ടം അവിടെ 39ൽ 38 DMK തന്നെയാണ് നേടിയത്. പക്ഷെ ഇത്തവണ ഒരുപാട് സീറ്റുകൾ മറ്റ് കക്ഷികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPMനും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വലിയ രീതിയിലുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഇന്ത്യ സഖ്യം അവിടെ പോയത്. അതിന് ഫലം കണ്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ച തടയുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കോയമ്പത്തൂർ സീറ്റിൽ CPMന്റെ സീറ്റായിരുന്നു. CPM അവിടെ വിജയിച്ചു വന്നിരുന്നതാണ്. കോയമ്പത്തൂർ സീറ്റ് CPMൽ നിന്ന് വാങ്ങി CPMന് വളരെ സേഫ് ആയിട്ടുള്ള മറ്റൊരു സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം DMK എടുത്തിരുന്നു.
അപ്പൊ പ്രധാനമായിട്ട് അണ്ണാമലൈ കോയമ്പത്തൂർ മത്സരിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് DMK അങ്ങനെ ചെയ്തത്. കാരണം CPM സ്ഥാനാർത്ഥിക്കെതിരെ അണ്ണാമലൈ മത്സരിച്ചാൽ ഉറപ്പായിട്ടും CPM സ്ഥാനാർത്ഥിയോടെ പരാജയപ്പെടും. അവിടെ ഇന്ത്യ സഖ്യം പരാജയപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് DMK കുറച്ചും കൂടി ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടിയിട്ടാണ് തയ്യാറായത്. അപ്പോൾ പൂർണ്ണമായിട്ടും DMKയുടെ ഒരു തന്ത്രം ഫലിച്ചു എന്ന് പറയാം. പക്ഷെ BJP അപ്പോഴും ഇവിടെ മുന്നോട്ട് വെച്ചിരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും BJP വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ഒരു 82 ലക്ഷം വോട്ടുകൾ എന്നുള്ള നിലയിലേക്ക് NDA സഖ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവിടെ വലിയ രീതിയിൽ തന്നെ ന്യൂനപക്ഷ പ്രീണനം ഇവിടെ CPM നടത്തുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ DMK ആണ് നടത്തിപ്പോരുന്നത്. വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഹൈന്ദവ ധർമ്മം അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കേണ്ടതാണ്, കൊറോണയുമായി ബന്ധപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകളുമായി ബന്ധപ്പെടുത്തുന്നു. പൂർണ്ണമായിട്ടും സനാതന ധർമ്മം തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് പോലും തുടച്ചു നീക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് ഉദയനിധി സ്റ്റാലിൻ, DMKയുടെ നേതാവായിട്ടുള്ള സ്റ്റാലിന്റെ മകൻ മുന്നോട്ട് വരുന്നു. പൂർണ്ണമായിട്ടും ഒരു ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് 100% പിന്തുണ കൊടുക്കുന്ന ഒരു രീതിയിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം CPI പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ DMK-ക്കൊപ്പം അട്ട പോലെ ഒട്ടി നിന്നുകൊണ്ട് ഉമാര് ചെയ്തു പോകുന്ന ഒരേ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ട് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ ഒരു ബോധവൽക്കരണം ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് BJPക്ക് സാധിച്ചു. അത് പൂർണ്ണമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK-യുമായി ഒത്തുചേർന്ന് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക പല സീറ്റുകളും DMK-യിൽ നിന്ന് ADMK-ക്കും BJP സഖ്യത്തിനും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യാതെ ഇനി AIADMK-ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുക വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ ഒരു 2 മാസത്തിനിടയിൽ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ താരം ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇഫ്താർ സംഘം പോലെ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തിയുടെ വേഷധാരണ രീതി, തലയിൽ തൊപ്പിയും മറ്റുള്ള രീതിയിൽ വന്നുകൊണ്ട് വലിയ തരത്തിൽ തന്നെ ഏകദേശം 3000 ആളുകൾക്ക് ഇഫ്താർ സംഗമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വലിയ രീതിയിൽ ഒരു വികാരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം വിജയ് പോലെയുള്ള ഒരു സിനിമാ താരം മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ വിജയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകാൻ പോവുകയാണ്. BJPക്കോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖ്യകക്ഷികൾക്കോ കിട്ടാൻ പോകുന്ന ഒരു വോട്ടല്ല ഇത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇനി വലിയ ഒരു വിള്ളലുണ്ടാക്കുകയും വിജയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ഇത് പൂർണ്ണമായിട്ടും ഇത് കൂടാതെയുള്ള വലിയ ഒരു വോട്ടിംഗ് ശതമാനം NDAയുടെ ഭാഗമാകുന്ന ഒരു അവസ്ഥയും കൂടി അണ്ണാ DMK BJP പക്ഷത്തേക്ക് അല്ലെങ്കിൽ NDA പക്ഷത്തേക്ക് വരുമ്പോൾ ഉണ്ടാകും. പൂർണ്ണമായിട്ടും ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള സാഹചര്യമാണ്. അണ്ണാമലൈ കൊടുങ്കാറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ വലിയ ഒരു തരംഗം തന്നെ, ഒരു മിന്നലാക്രമണമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും.